ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന ടോപ്പിക്കാണിത്. എൻ്റെ ഫ്രണ്ട് ഇന്നലെ 5-6 മാസങ്ങൾക്ക് ശേഷം എന്നെ പെട്ടെന്ന് വിളിച്ചു. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു മാറ്റവും വന്നില്ല. ഞങ്ങൾ ഭയങ്കരമായി പഴയ പോലെ സൂപ്പറായി സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെ സൂപ്പറായി അല്ല അത് സംഭവം സൂപ്പർ, നല്ല കാര്യം, നല്ല നല്ല രസമാണ്. പക്ഷേ എനിക്ക് അതിലൊരു എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കും, അപ്പം നിങ്ങൾ റിലേറ്റ് നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിക്കുകയാണ്, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ടൊക്കെ അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു നോക്കട്ടെ, ലൈക്ക് ഒന്നും അറിഞ്ഞില്ലല്ലോ, അവർ സുഖമാണോ, ഓക്കെ ആയിരിക്കുന്നുണ്ടോ അറിയട്ടെ, നിങ്ങൾ വിളിക്കുന്നു, സംസാരിക്കുന്നു, എടുത്തുമ്പോൾ തന്നെ ഹായ്ഡാ പറയടാ എന്താ വിശേഷം, സുഖമില്ലടാ പറയുന്നു, സംസാരിക്കുന്നു, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഒരു മാറ്റം വന്നിട്ടില്ല, അടിപൊളി സൂപ്പർ സൂപ്പർ. അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്യാപ്പ് വന്ന് നിങ്ങൾ വീണ്ടും അവൻ എന്ത് ചെയ്യുകയാണ്, അവൾ എന്ത് ചെയ്യാൻ തോന്നുന്നു, നിങ്ങൾ വിളിക്കുന്നു, സൂപ്പർ 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 സംസാരിക്കുന്നു, ഓക്കെ ഓക്കെ. ഓരോ 4 മാസം കൂടുമ്പോഴും 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴും നിങ്ങൾ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നു എങ്കിൽ അത് വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും അല്ല. അത് നിങ്ങൾ ജസ്റ്റ് രണ്ടുപേരും സംസാരിക്കുമ്പോൾ നല്ല വൈബാണ്, നിങ്ങളുടെ വേവ് ലെങ്ത് സെയിം ആയതുകൊണ്ടോ നിങ്ങളുടെ വൈബ് സെറ്റ് ആയതുകൊണ്ടോ നന്നായി സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അത് വലിയ ആനക്കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പകരം ചെയ്യുന്നു, നീ വിളിച്ച് വിളിക്കണം, വിളിച്ച് അങ്ങനെയല്ല. ഒരാൾ കുറേ ഇനീഷ്യേറ്റീവ് എടുത്ത് എഫേർട്ട് ഇട്ടുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കില്ല. അത് രണ്ടുപേരും ഈക്വലി ഇടണം. നീ ഒരു പ്ലാൻ ഇടുകയാണെങ്കിൽ, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നീ ഒരു പ്ലാൻ ഇടുകയാണെങ്കിൽ അവർക്കും എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ സെറ്റാക്കാം, എനിക്ക് വരാൻ പറ്റുമോ നോക്കട്ടെ എന്നെങ്കിലും പറയാൻ പറ്റണം. എനിക്ക് നോക്കിയാടാ നീ അടുത്ത പ്ലാൻ ഉണ്ട്, അപ്പം നീ മാത്രം ഫുൾ സാക്രിഫൈസ് ചെയ്ത് നീ നിൻ്റെ ടൈമും എഫേർട്ടും കൊടുത്ത് നീ നിലനിർത്തിയിട്ട് 6 മാസം വിളിക്കുമ്പോൾ നല്ല വൈബ് സംസാരിക്കുന്നവരും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല. നെവർ, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അത് കാരണം ഇനി ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ഇനി മാത്രം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണോ 6 മാസം കൂടുമ്പോഴുള്ള ഫ്രണ്ട് നിലനിൽക്കുന്നത് എന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പോയി കിട്ടി. ഗുഡ് ഫോർ മീ. കാരണം എൻ്റെ ടൈം ലാഭമായി, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള, എനിക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന ഫ്രണ്ട്സിന് കൊടുക്കാൻ എനിക്ക് നിറയെ ടൈമുണ്ട്. ദാറ്റ്സ് ഗുഡ് അല്ലേ? സോ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രേ ഉള്ളൂ പരിപാടി.